കളമശ്ശേരിയിൽ കണ്ടെത്തിയ അജ്ഞാത മൃതദേഹം സൂരജ് ലാമയുടേത് തന്നെയാണോ എന്ന ശാസ്ത്രീയ പരിശോധന നടക്കും. സൂരജ് ലാമയുടെ മകൻ സാന്തൻ ലാമ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. സൂരജ് ലാമയുടെ തിരോധാനത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരെ സാന്തൻ ലാമ രംഗത്തെത്തി. മാനസിക വെല്ലുവിളി നേരിടുന്ന പിതാവിനെ ആശുപത്രിയിൽ നിന്ന് പോകാൻ അനുവദിച്ചുവെന്നും ആദ്യം അജ്ഞാതൻ എന്നാണ് രേഖപ്പെടുത്തിയതെന്നും സാന്തൻ ലാമ പറഞ്ഞു. കുവൈത്ത് മദ്യ ദുരന്തത്തിന് ഇരയായി ഓർമ്മ നഷ്ടപ്പെട്ട സൂരജ് ലാമ കൊച്ചിയിലെത്തിയ ശേഷം ഒരു മാസം മുമ്പ് കാണാതാവുകയായിരുന്നു. It is not the cops' fault. It is the system's fault. If Ernakulam Medical College had not let my father go, we wouldn't be here. If they had to follow procedure, those people told me that he can say his name. He doesn't know his name, dude. How are you lying? I have medical proof of that. I have a medical certificate from Kuwait government saying that no, this person is mentally challenged, he's gone, he's lost. How come Ernakulam, such a big medical college, say that no, he spoke from his own mouth and said no, let me go. Before, when my father was taken to that hospital, they didn't even write his name, they wrote it as unknown. But now if you go and check the record, it's showing Suraj Lama entry. How? ആര്യ വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. ആര്യ, ഈ സൂരജ് ലാമ ഏത് നാട്ടുകാരനാണ്? അയാൾ എങ്ങനെയാണ് കൊച്ചിയിലെത്തിയത്? സൂരജ് ലാമ കൊൽക്കത്തയിലാണ് ജനിച്ചു വളർന്നത്. അതിനുശേഷം ബാംഗ്ലൂർ സ്വദേശിയായിട്ട് ഇപ്പോൾ ബാംഗ്ലൂരാണ് താമസമുണ്ടായിരുന്നത്. കുവൈത്തിലെ വ്യവസായിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കുടുംബത്തോടു കൂടി ഇപ്പം ബാംഗ്ലൂരാണ് താമസം. കുവൈത്തിലെ വ്യവസായം തുടർന്ന് അവിടെ ജോലി ചെയ്യുകയായിരുന്നു വർഷങ്ങളായിട്ട്. അതിനിടയിലാണ് കുവൈത്തിലെ മദ്യ ദുരന്തം നടക്കുന്നത്. അങ്ങനെ ഒക്ടോബർ 6-ാം തീയതിയാണ് അദ്ദേഹം നെടുമ്പാശ്ശേരിയിലേക്ക് നാട് കടത്തപ്പെടുന്നത്. അതിനുശേഷം അന്ന് തന്നെ അതിന് 2 ദിവസത്തിന് ശേഷം തന്നെ നാട്ടുകാർ ഇദ്ദേഹത്തിന് മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു സമയമായിരുന്നു. മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഇദ്ദേഹത്തെ നാട്ടുകാർ തിരിച്ചറിയുകയും നാട്ടുകാർ അവിടെ നിന്നും പോലീസിനെ ഏൽപ്പിച്ചുകൊണ്ട് കളമശ്ശേരിയിലെ മെഡിക്കൽ കോളേജിലേക്ക് ആക്കുകയും ചെയ്തു. അവിടെ നിന്നും അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ള തരത്തിൽ അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യുകയായിരുന്നു. ഒക്ടോബർ 10-ാം തീയതി കൂടിയാണ് ഇദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യുന്നത്. അതിനുശേഷം പല സ്ഥലങ്ങളിലായിട്ട് ഇദ്ദേഹത്തെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം, CCTVയുടെ അന്വേഷണത്തിൽ ഇദ്ദേഹത്തിന്റെ മകൻ നാട്ടിലെത്തുകയും ഇദ്ദേഹത്തിനെതിരെ കാണുന്നില്ല എന്നുള്ളൊരു പരാതി നൽകുകയും ചെയ്തു. അങ്ങനെ CCTVയുടെ ഒക്കെ പരീക്ഷണത്തിൽ നിരവധി സ്ഥലങ്ങളിൽ നിന്നായി അദ്ദേഹത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. എന്നിട്ടും ഈ ഒരു അന്വേഷണം പുരോഗമിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം ഹൈക്കോടതിയെ നേരിട്ട് ബന്ധപ്പെടുന്നത്. അവിടെയാണ് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുന്നത്. അതിനുശേഷമാണ് കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങുന്നത്. 23 സ്ക്വാഡിന്റെ ഒരു ടീമായിരുന്നു ഈ ഒരു അന്വേഷണത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് മിനിഞ്ഞാന്ന് വൈകിട്ടോടു കൂടിയാണ് പ്രത്യേക സ്ക്വാഡിന് ഫയർഫോഴ്സിന്റെ ടീമിന് ഈ ഒരു അന്വേഷണ ചുമതല ലഭിക്കുന്നത്. അവിടെ നിന്നും 5-അംഗ ടീം, ഫയർഫോഴ്സിന്റെ ഒരു 5-അംഗ ടീം ഈ ഒരു അന്വേഷണം ആരംഭിക്കുകയാണ്. ഇന്നലെ രാവിലെ 9 മണിയോട് കൂടിയായിരുന്നു ഈ ഒരു അന്വേഷണം, ഈ ഒരു കാടിനുള്ളിൽ തെരയൽ ആരംഭിച്ചത്. അങ്ങനെ 10:45 കൂടിയാണ് ഇങ്ങനെ ഒരു മൃതദേഹം കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത വരുന്നത്. ആ ഒരു മൃതദേഹം സൂരജ് ലാമയുടെ തന്നെയാണെന്നാണ് സംശയിക്കുന്നത്. ഈ ഒരു മൃതദേഹം കെട്ടിയിരിക്കുന്നത് ഈ മകൻ ഉന്നയിച്ച സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൃതദേഹം അദ്ദേഹത്തെ നേരിട്ട് കണ്ടെത്താമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ സാന്തൻ ലാമ ഉന്നയിക്കുന്ന കാര്യങ്ങൾ. കാരണം അദ്ദേഹം ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെന്നും ഒക്കെ CCTV ദൃശ്യങ്ങൾ അന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളിപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് HMT ആ ഒരു ഇതിന്റെ മുൻവശത്തുള്ള കാട്ടിൽ നിന്നാണ്. അപ്പോൾ സൂരജ് ലാമയുടെ മകൻ സാന്തൻ ലാമ ഇന്ന് മാധ്യമങ്ങളെ കാണുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് ഈ ഒരു മെഡിക്കൽ കോളേജ് അധികൃതർ കാണിച്ച വീഴ്ചയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അന്ന് അൺനോൺ എന്നാണ് അതിൽ ഫയൽ ചെയ്തിരുന്നത് പേര്. പിന്നെ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തപ്പോഴാണ് അത് സാന്തൻ ലാമ എന്നുള്ള പേര് ചേർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇങ്ങനെ ഈ ഒരു മാനസിക വെല്ലുവിളി നേരിടുന്ന ആൾ എങ്ങനെയാണ് അവിടെ നിന്നും ഒറ്റയ്ക്ക് പറഞ്ഞു വിടുന്നത്? അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഒന്നും നടക്കാതെ ഈ ഒരു നമ്മുടെ നാടിന്റെ വീഴ്ചയെക്കുറിച്ചാണ്, ഇതിന്റെ സിസ്റ്റത്തിന്റെ വീഴ്ചയെക്കുറിച്ചാണ് ഇന്ന് അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായത്. ഇതുവരെ ആയിട്ട് അത് സൂരജ് ലാമയുടെ മൃതദേഹമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഇന്ന് DNA പരിശോധനകൾക്ക് ശേഷം മാത്രമേ തിരിച്ചറിയുകയുള്ളൂ. അദ്ദേഹം അവസാനമായി ധരിച്ചിരുന്ന വസ്ത്രത്തിന് സമാനമായ വസ്ത്രത്തിൽ നിന്നാണ് അദ്ദേഹത്തെ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ള സൂചന മാത്രമാണ് മൃതദേഹത്തിന്. ശരി, ആര്യ വിനോദാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ.